കൂട്ടുകാരെ, നിങ്ങൾ മിണ്ടാമടങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ആരും മിണ്ടാത്തതല്ല അവരുടെ സവിശേഷത. സാധാരണ മടങ്ങളിൽ വെച്ച് മിണ്ടാമടങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. അവരുടെ ആവൃത്തിയിലേക്ക് മറ്റാർക്കും പ്രവേശനമില്ല. അങ്ങനെ ഒരു മിണ്ടാമടത്തിൻ്റെ വരാന്തയിലൂടെ ഒരു കൊച്ചു ബാലൻ ഓടിക്കളിക്കുകയുണ്ടായി. അവിടുത്തെ മഠാധിപ അവനെ ശകാരിക്കുന്ന മട്ടിൽ അവനോട് ചോദിച്ചു, നീ ആരാണ്? അതേ ചോദ്യം ആ കുട്ടി ആ മഠാധിപയോട് ചോദിച്ചു, നീ ആരാണ്? ആ കന്യാസ്ത്രീ പറഞ്ഞു, ഞാൻ ഈശോയുടെ സ്വന്തം ത്രേസ്യയാണ്. ആ കുട്ടി ത്രേസ്യയോട് പറഞ്ഞു, എന്നാലേ ഞാൻ ത്രേസ്യയുടെ സ്വന്തം ഈശോയാണ്. ഉണ്ണീശോ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് കേട്ടോ ഇത്. അമ്മ ത്രേസ്യയുടെ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഈശോയുടേതാണെന്ന് പറയാൻ അവൾക്ക് എത്ര തീക്ഷ്ണതയാണ്. ഞാൻ ഈശോൻ്റെതാണെന്ന കാര്യം നമുക്ക് എല്ലാ ദിവസവും ഓർമ്മിക്കാം. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ ഞാൻ നിൻ്റേതാണ്. അങ്ങനെ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവം സ്വന്തമായുള്ളവന് യാതൊന്നിനും കുറവില്ല എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യയെ പഠിപ്പിക്കുന്നുണ്ട്. അമ്മ ത്രേസ്യയുടെ തിരുനാളായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മരിക്കും വരെ ഞാൻ ഈശോൻ്റേതായിരിക്കുമെന്ന്. അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.